പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാം, റെയ്ക്കി എന്ന വാക്ക് റെയ്, കി എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. റെയ് എന്ന വാക്കിന് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എന്നും കി എന്നതിന് സ്പിരിച്വൽ എനർജി എന്നും ആണ് അർത്ഥം. അപ്പോൾ റെയ്ക്കി എന്നാൽ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്നാണ് അർത്ഥം. അതായത് പ്രപഞ്ചശക്തി അഥവാ പ്രപഞ്ച ഊർജം ആണ് റെയ്ക്കി. യാതൊരു ചിലവും ഇല്ലാതെ ഉപയോഗിക്കാവുന്ന ചികിത്സാരീതിയാണ് ഇത്. ദൈവാനുഗ്രഹം ആകുന്ന പ്രപഞ്ച ഊർജം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് റെയ്ക്കി ചികിത്സ നടത്താം. ഇതിന് യാതൊരു ദൂഷ്യഫലങ്ങളും ഇല്ല. ഒരേ ഒരു വ്യവസ്ഥ, റെയ്ക്കിയിൽ വിശ്വാസമുണ്ടായിരിക്കണം എന്നതു മാത്രമാണ്. റെയ്ക്കി ചികിത്സയിൽ ചികിത്സകൻ അയാളുടെ കൈകളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവിക ഊർജം രോഗിയുടെ ശരീരത്തിലേക്ക് പകർന്നു നൽകുന്നു. ചികിത്സകൻ ഈ ഊർജം പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കുന്നു. ഇതിന് ചികിത്സകനെ പ്രാപ്തനാക്കുന്നത് അറ്റ്യൂൺമെന്റ് എന്ന പ്രക്രിയ ആണ്. അറ്റ്യൂൺമെന്റിലൂടെ ഹീലർ ഊർജത്തിന്റെ ഒരു ചാനലായി മാറുന്നു. ചികിത്സിക്കുന്ന സമയത്ത് ഈ ഊർജം രോഗിയിലേക്ക് ഒരു ചാനലിലൂടെ എന്ന പോലെ ഒഴുകി എത്തുന്നു. ഇതുവഴി ചികിത്സകനും രോഗിക്കും ഗുണം ഉണ്ടാകുന്നു. റെയ്ക്കി അറ്റ്യൂൺമെന്റ് സ്വീകരിച്ച ഒരു വ്യക്തിക്ക് സ്വയം ചികിത്സിക്കാനും മറ്റുള്ളവരെ ചികിത്സിക്കാനും സാധിക്കും. ഒപ്പം ആത്മീയമായ വളർച്ചയും ഉണ്ടാകുന്നു. എന്നാൽ അറ്റ്യൂൺമെന്റ് ലഭിക്കാത്തവർക്ക് ഇത് സാധ്യമല്ല. അറ്റ്യൂൺമെന്റ് എന്നത് നിഗൂഢവും ദൈവികവുമായ ഒരു പ്രക്രിയ ആണ്. ഇത് കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് ലഭിക്കുന്നത്. റെയ്ക്കി മാസ്റ്റർ ടീച്ചർ പഠനം പൂർത്തിയാകുമ്പോൾ പഠിപ്പിക്കുന്ന മാസ്റ്ററാണ് അറ്റ്യൂൺമെന്റ് ശിഷ്യൻ നൽകുന്നത്. അതുപോലെ റെയ്ക്കി ചികിത്സ എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് രോഗിക്ക് ഉണ്ടായാൽ മാത്രമേ ചികിത്സ ഫലപ്രദമാവുകയുള്ളൂ. റെയ്ക്കി മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറത്താണ്. അത് സ്വയം അവബോധമുള്ള ഒരു ഊർജമാണ്. അതിന്റെ ഉറവിടം സൗരയൂഥവും അത് ഉൾപ്പെടുന്ന ഹിരണ്യഗർഭവുമാണ്. റെയ്ക്കി ചികിത്സയിൽ ഊർജം സഹസ്രാരചക്രയിലൂടെ ആദ്യാചക്രം, വിശുദ്ധിചക്രം, അനാഹതചക്രം ഇവയിലെത്തി കൈകളിലൂടെ പ്രവഹിക്കുന്നു. തന്റെ കൈകളിലൂടെ പ്രവഹിക്കുന്ന ഈ ഊർജത്തെയാണ് ചികിത്സകൻ രോഗിയിലേക്ക് പകരുന്നത്. റെയ്ക്കി രോഗിയുടെ ശരീരത്തിൽ കൈകൾ വച്ചു നൽകാം. അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് 3-4 ഇഞ്ച് ഉയരത്തിൽ കൈകൾ പിടിച്ചും നൽകാവുന്നതാണ്. ശരീരത്തിൽ വച്ച് നൽകുമ്പോൾ രോഗിയുടെ മുൻകൂർ അനുവാദം വാങ്ങിയിരിക്കണം. ശരീരത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ആഭരണങ്ങൾ, വാച്ച് മുതലായവ ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ഇവയും ഊർജം സ്വീകരിക്കും. അപ്പോൾ രോഗിക്ക് ലഭിക്കുന്ന ഊർജത്തിൽ കുറവ് ഉണ്ടാകുന്നതിനാൽ ഹീലിംഗിന് കൂടുതൽ സമയം എടുക്കും. ചികിത്സകൻ തന്റെ ഊർജത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് യോഗ, മെഡിറ്റേഷൻ ഇവ പതിവായി ചെയ്യേണ്ടതാണ്. ഇനി പ്രായോഗിക തലത്തിൽ റെയ്ക്കി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇതിന് റെയ്ക്കി പിരമിഡ് പ്രൊട്ടക്ഷനും റെയ്ക്കി പൂളും ഉപയോഗിക്കാം. നമുക്ക് സ്വന്തം വീടിനും വാഹനത്തിനും സ്വന്തം റൂമിനും നമ്മുടെ യാത്രകൾക്കും പൊതുപരിപാടികളുടെ വിജയത്തിനും ദുശ്ശീലങ്ങൾ മാറുന്നതിനും അസ്വസ്ഥതകൾ മാറുന്നതിനും ഒരു ദിവസത്തെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതിനും ഒക്കെ എനർജി ഉപയോഗിക്കാം. ഇപ്പോൾ സ്വയം സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന വിധമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് നമുക്ക് റെയ്ക്കി പിരമിഡ് പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും നല്ലത്. റെയ്ക്കി പിരമിഡ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നതിന് ആദ്യം തന്നെ പ്രാർത്ഥന നടത്തുക. സർവശക്തനായ ദൈവമേ, അവിടുത്തെ പ്രപഞ്ചശക്തിയെ അയച്ച് എന്നെ സഹായിക്കണമേ. തുടർന്ന് 2 കൈകൊണ്ടും നമ്മുടെ മുൻഭാഗത്തും പിൻഭാഗത്തും ഇരുവശങ്ങളിലുമായി 3 വശങ്ങളും ഒരു ആധാരവുമുള്ള റെയ്ക്കി ഊർജം സങ്കൽപ്പിക്കുക. ആ ഊർജം ഉപയോഗിച്ച് പിരമിഡ് വരയ്ക്കുക. അതിന്റെ ആധാരത്തിൽ നിങ്ങൾ നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക. പ്രാർത്ഥന തുടരുക. ഈ പിരമിഡിനുള്ളിൽ ദിവ്യപ്രകാശമായ വയലറ്റ് റെയ്ക്കി നിറയട്ടെ. അത് എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ.
എന്റെ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും ഈ പിരമിഡിന് പുറത്തേക്ക് പോകട്ടെ. അത് കോസ്മോസിൽ ചെന്ന് ശുദ്ധീകരിക്കപ്പെട്ട് പോസിറ്റീവ് ഊർജം ആകട്ടെ. വീണ്ടും ഈ പിരമിഡിനുള്ളിൽ ശക്തമായ വയലറ്റ് ഊർജം നിറയട്ടെ. അത് എന്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കട്ടെ. എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും സുഖപ്പെടട്ടെ. എന്റെ ഓറയും ചക്രകളെയും ശുദ്ധീകരിച്ച് സജീവമാകട്ടെ. ഈ ഊർജം എന്റെ ഓറയിലും ശരീരത്തിലും ഈ നിമിഷം മുതൽ നിലനിൽക്കട്ടെ. തുടർന്ന് കൈകൾ അനുഗ്രഹിക്കുന്ന രീതിയിൽ ഹൃദയചക്രത്തിന് തൊട്ടുമുമ്പിലായി, പക്ഷേ ശരീരത്തിൽ സ്പർശിക്കാതെ പിടിക്കുക. ഇനി 2 കൈകളിലൂടെയും വയലറ്റ് റേക്കി പ്രവഹിക്കുന്നതായി സങ്കൽപ്പിക്കുക. ദിവ്യകാരുണ്യ പ്രകാശമായ ഈ ഊർജം സ്വീകരിക്കുന്നത് 5 മിനിറ്റ് തുടരുക.
അതിനുശേഷം പവർ സിംബൽ ഉപയോഗിച്ച് മുദ്രണം നടത്തുക. ഈ സമയം ചോക്കൂറെ എന്ന് ഉച്ചരിക്കുക. തുടർന്ന് പ്രപഞ്ച ഊർജ്ജത്തിനും സർവശക്തനായ ദൈവത്തിനും നന്ദി പറയുക. അടുത്തത് റേക്കി പൂൾ ഉപയോഗിക്കുന്ന വിധമാണ്. ഇതിനും ആദ്യം തന്നെ ദൈവിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുക. മുൻപ് പറഞ്ഞതുപോലെ തന്നെ സാങ്കല്പിക റേക്കി പിരമിഡ് നിർമ്മിക്കുക. പ്രാർത്ഥന തുടരുക. ഓ അനന്തമായ പ്രപഞ്ചശക്തി, എന്നെ ശക്തിപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ആയി ഈ പിരമിഡിൽ വയലറ്റ് റേക്കിയെ അയക്കണമേ. അത് എന്റെ ശരീരത്തിലെ നെഗറ്റീവ് എനർജികൾ നീക്കി അവിടെ സ്നേഹവും ദയയും കരുണയും നിറഞ്ഞ പോസിറ്റീവ് വയലറ്റ് റേക്കി നിറയ്ക്കട്ടെ. തുടർന്ന് പിരമിഡിനെ വലയം ചെയ്തുകൊണ്ടുള്ള ഒരു സാങ്കല്പിക ഗ്ലോബ് നിർമ്മിക്കുക. ഇപ്പോൾ റേക്കി പിരമിഡിനകത്ത് നാമും പിരമിഡിനെ വലയം ചെയ്ത് ഗ്ലോബും ഉണ്ടാകും. ഇതാണ് റേക്കി പൂൾ, അല്ലെങ്കിൽ റേക്കി തടാകം. ഈ ഗ്ലോബിലും വയലറ്റ് റേക്കി നിറയുന്നതായി സങ്കൽപ്പിക്കുക. ഇനി ഗ്ലോബിലെ വയലറ്റ് എനർജിയെ പവർ സിംബൽ ഉപയോഗിച്ച് മുദ്രണം ചെയ്യുക. അതിന് ആദ്യം ഗ്ലോബിനുള്ളിലെ പിരമിഡിന്റെ എല്ലാ ഭാഗത്തും പ്രദക്ഷിണ ദിശയിൽ പവർ സിംബൽ വരയ്ക്കുക. തുടർന്ന് പിരമിഡിന്റെ മുകളിൽ ഗ്ലോബിനു വെളിയിലായി വീണ്ടും വയലറ്റ് പവർ സിംബൽ വരയ്ക്കുക. ഇനി നിങ്ങൾ എവിടെ പോയാലും നിങ്ങളോടൊപ്പം ഈ റേക്കി പൂൾ അല്ലെങ്കിൽ റേക്കി തടാകം സഞ്ചരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുന്നു. പ്രത്യേകിച്ച് ഊർജ്ജ ശോഷണത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. താങ്ക് യു റേക്കി. താങ്ക് യു ഗോഡ്. ഇങ്ങനെ റേക്കി പിരമിഡ് പ്രൊട്ടക്ഷൻ പ്രാക്ടീസ് ചെയ്യുക വഴി നമ്മുടെ ഭയം, ഉത്കണ്ഠ, ആദികൾ എന്നിവ മാറിപ്പോകും. നമുക്ക് എപ്പോഴും ഒരു ശക്തി നമ്മുടെ സഹായത്തിന് ഉണ്ട് എന്ന് തോന്നൽ ഉണ്ടാവുന്നതുവഴി ധൈര്യം വർദ്ധിക്കും. തീർച്ചയായും എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിന് ആവശ്യമായ പിൻബലം നേടുക. അത് പുറമേ നിന്ന് അന്വേഷിക്കാതെ സ്വയം കണ്ടെത്തുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.